തിരുവനന്തപുരം മെട്രോ വെറും ഇലക്ഷൻ സ്റ്റണ്ടാണോ അതോ ആത്മാർത്ഥമായ പ്രഖ്യാപനമാണോ എന്ന ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരം മെട്രോയ്ക്ക് ഇന്നലെയാണ് മുഖ്യമന്ത്രി അംഗീകാരം നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തലസ്ഥാനമായ തിരുവനന്തപുരം മെട്രോ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയത് 14 വർഷം മുമ്പാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നാറ്റ്പാക്കിന്റെ പഠനത്തിൽ ശുപാർശ തലസ്ഥാനത്ത് ഒറ്റപ്പാള വണ്ടി അഥവാ മോണോ റെയിൽ വേണമെന്നായിരുന്നു. ബാലരാമപുരത്ത് തുടങ്ങി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ വഴി ടെക്നോ പാർക്കിലേക്കായിരുന്നു മോണോ റെയിൽ ഓടേണ്ടിയിരുന്നത്. 3 വർഷമായിരുന്നു നിർമ്മാണ കാലാവധി നിശ്ചയിച്ചത്. തിരുവനന്തപുരത്തിന് പുറമെ കോഴിക്കോട്ടും അന്ന് മോണോ റെയിലിന് പദ്ധതിയിട്ടു. 2 പദ്ധതിക്കും കൂടി ബൊംബാർഡിയർ എന്ന കമ്പനി സമർപ്പിച്ചത് 10,392 കോടി രൂപ. 1 കിലോമീറ്ററിന് ചെലവ് 288 കോടി രൂപ. ട്രെയിൻ ഓടാൻ ഒറ്റപ്പാളം മതിയെങ്കിലും ഇത്രയും വലിയ തുക കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ പാളം തെറ്റിക്കുമെന്ന് ഉറപ്പായതോടെ സർക്കാർ പിന്മാറി. മോണോ റെയിലിന് അകാല ചരമം. പിന്നീട് ലൈറ്റ് മെട്രോയുടെ വരവായി. മോണോ റെയിൽ കൺസൾട്ടന്റ് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനായിരുന്നു. അവരുടെ പഠനമാണ് ലൈറ്റ് മെട്രോയ്ക്ക് പച്ചക്കൊടി കാട്ടിയത്. ലൈറ്റ് മെട്രോയിലും പിന്നീട് തുടർ നടപടി ഉണ്ടായില്ല. വീണ്ടും പഠനം നടത്തി. ഒടുവിൽ ലൈറ്റ് മെട്രോയല്ല കൊച്ചിയിലേതുപോലെ മീഡിയോ മെട്രോയാണ് നഗരത്തിന് യോജിച്ചതെന്ന് കണ്ടെത്തി. ഏതായാലും മെട്രോയെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് തലസ്ഥാനവാസികൾ. ഇത്രയും ടൈം ഡിലേ ഒന്നും വരത്തില്ലല്ലോ. പിന്നെ ഈ ക്രഷ് ഒക്കെ ഒന്ന് ഒഴിവാവും. ഉടനെ അത് വരണം എന്നുള്ളൊരു ആഗ്രഹമാണ്. മെട്രോ വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. ഇവിടെ വേണമെന്ന് അതാണ് എൻ്റെ അഭിപ്രായം. ഇഷ്ടമാണ് വരുന്നതല്ല. പിന്നെ എല്ലാവർക്കും പോകാനും വരാനും എളുപ്പമുണ്ടല്ലോ. നല്ലതല്ലേ, നല്ല കാര്യങ്ങളാണ് അതൊക്കെ. ഇങ്ങനെയൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ ഏറ്റവും നല്ല കാര്യങ്ങളല്ലേ, നമുക്ക് അംഗീകരിക്കാനുള്ള ഒരു ഇതുണ്ട്. ഹൈവേ അല്ലേ നല്ല കാര്യം നടക്കും. വികസനം വരുന്നത് തീർക്കാൻ പറ്റില്ലല്ലോ. അത് എല്ലാവരും നല്ല കൊള്ളാമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അത് പലർക്കും ഉപകാരപ്പെടില്ലേ. സന്തോഷം തോന്നി. തിരുവനന്തപുരം മെട്രോയുടെ അലൈൻമെന്റിനെ ചൊല്ലിയും ഇതിനിടെ തർക്കമുണ്ടായി. ഒടുവിൽ തർക്കം പരിഹരിച്ചാണ് അലൈൻമെന്റിന് അംഗീകാരമായത്. ഇപ്പോ ഞങ്ങൾ നേരത്തെ ഒരു DPR പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ DPRകളിലെ ഇപ്പൊ കുറച്ചുകൂടെ മാറ്റം കൊണ്ടുവരണം. കാരണം ഇതിൽ അലൈൻമെന്റിലെ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങളിപ്പോൾ പെട്ടെന്ന് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് DMRCക്ക് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻക്ക് നമുക്ക് ഒരു റിക്വസ്റ്റ് ചെയ്യണം. ഞാൻ ഡൽഹിയിലുള്ള സമയത്ത് ഞാൻ DMRCയുടെ ചീഫൊക്കെ കണ്ടായിരുന്നു. ഞങ്ങൾ ആ റിപ്പോർട്ട്, ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് ഈ മാറ്റങ്ങൾ സഹിതം നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് ഞങ്ങൾ സമർപ്പിക്കും. സ്റ്റേറ്റ് ക്യാബിനറ്റിന്റെ അപ്രൂവൽ കിട്ടിയ ശേഷം സെൻട്രൽ ക്യാബിനറ്റിന്റെ അപ്രൂവൽ വേണ്ടി വരും. അതുകൊണ്ട് സെൻട്രലിലേക്ക് അയക്കണം. അതിനുശേഷം മാത്രം ആക്ച്വലി നമുക്ക് ബാക്കി ഫിസിക്കൽ ആക്ടിവിറ്റീസ് തുടങ്ങാൻ ആക്ച്വലി സാധിക്കും. ടെക്നോ പാർക്കിന്റെ 3 ഫേസുകൾ, തമ്പാനൂർ, സെക്രട്ടേറിയറ്റ്, മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങൾ ഉൾപ്പെടുന്ന ആദ്യഘട്ട അലൈൻമെന്റിനാണ് അംഗീകാരം നൽകിയത്. 8,000 കോടി ചെലവ് വരുന്ന തിരുവനന്തപുരം മെട്രോ 2028 ട്രാക്കിലാകുമെന്നാണ് സർക്കാരിന്റെ അവകാശവാദം. എന്നാൽ ഇത് വെറും തെരഞ്ഞെടുപ്പ് തള്ളാണോ എന്ന സംശയം ജനങ്ങൾക്കുണ്ട്. അത് മറികടക്കാൻ സർക്കാരിന്റെ ഇച്ഛാശക്തിയോടെയുള്ള തുടർ നടപടികളാണ് വേണ്ടത്. 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.